തൃക്കാർത്തിക സ്പെഷ്യൽ ഒരുപാട് ദിവസം ക്രിസ്പി ആയിട്ടിരിക്കുന്ന പൊരിയുണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. കാർത്തികപ്പൊരി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അവൽപ്പൊരിയോ നെൽപ്പൊരിയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവൽപ്പൊരിയാണ്. 240 ml കപ്പിൽ 2 കപ്പ് അവൽപ്പൊരി എടുത്തിട്ടുണ്ട്. അവൽപ്പൊരി കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും. നെൽപ്പൊരി നമ്മൾ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന പൊരിയാണ്. ഇനി ഇത് ഒരു മീഡിയം തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊരിക്ക് ഒരു ചൂട് തട്ടിയാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. മീഡിയം തീയിലിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അവൽപ്പൊരി ആണെങ്കിലും നെൽപ്പൊരി ആണെങ്കിലും സെയിം റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതിലും എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മാറി ഒന്നും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ചൂടായിട്ടാണ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ 1/2 കപ്പ് പൊടിച്ച ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം തീയിലിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം. അലിയിച്ച ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഒന്ന് ഉരുകിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ച ശർക്കരപ്പാനി ഞാൻ അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ വെക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നത് വാപ്പുണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം തീയിലിട്ട് തന്നെ ശർക്കരപ്പാവിന്റെ കൺസിസ്റ്റൻസി അറിയാനായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് തന്നെ വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ശർക്കരപ്പാവ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് തീ ഏറ്റവും ചെറിയ തീയിൽ വെക്കാം. ഇനി ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു നോക്കാം. സ്റ്റീൽ പാത്രം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടിയ ശേഷം ഈ ഒരു സൗണ്ട് കേട്ടാൽ നമുക്കപ്പം തന്നെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചായിട്ട് പൊരി ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കൈവിടാതെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊരി ചേർക്കുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒട്ടും തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നെയ്യ് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പൊരി ചേർക്കുന്നതിന് മുന്നേ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. നിങ്ങൾ പൊരി ഉരുണ്ട ഇതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശർക്കരപ്പാവ് കട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ നാരങ്ങാനീര് തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ ആ ശർക്കരപ്പാവ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കട്ടിയാവത്തില്ല. അപ്പോൾ അത് ഒരു ടിപ്പാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ നാരങ്ങാനീരൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കൈവിടാതെ ഇതുപോലെ നല്ലപോലെ തീ ഓഫ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് ഇനി നല്ലപോലെ ഒന്ന് വിട്ട് വരണം. അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. തവിയിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ തന്നെ ഒരു കത്തി വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ചൂട് മാറും തോറും പൊരി വേറെ വേറെ ആയിട്ട് വരും. അപ്പോൾ അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊരി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പൊരിയുടെ ചൂട് കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഇത് ഷേപ്പ് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കയ്യിൽ നല്ലപോലെ നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചൂട് മാറിയാൽ പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൈക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം ചൂടാകുമ്പോൾ തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മാത്രമേ ഷേപ്പ് ചെയ്തെടുക്കുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഷേപ്പ് ചെയ്യാതെ പൊരി പോലെയാണ് കഴിക്കുന്നത്. നല്ല ക്രിസ്പിയാണ് ഇത്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കണം. ചൂട് മാറും തോറും പൊരി ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ ആവും. അപ്പോൾ അതുവരേക്കും മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് ദിവസം ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈർപ്പമില്ലാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. താങ്ക് യു.